ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമമാണിത്. ഇതിനാധാരമായത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്, വട്ടമേശ സമ്മേളനങ്ങളുടെ നിർദ്ദേശങ്ങൾ, മൂന്നാം വട്ടമേശ സമ്മേളനത്തിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച വൈറ്റ് പേപ്പർ. ഈ സമയത്തെ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭുവാണ്. ഈ ആക്ട് പ്രാബല്യത്തിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയി ലിങ് ലിത്കോയാണ്. ഈ ആക്ടിൻ്റെ പ്രത്യേകതകൾ: കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് 59 ഐറ്റങ്ങൾ ഉൾപ്പെടെ ഫെഡറൽ ലിസ്റ്റ്, 54 ഐറ്റങ്ങൾ ഉൾപ്പെടെ പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കേന്ദ്ര പ്രവിശ്യ ഭരണങ്ങളുടെ പൊതുവായ വിശദാംശങ്ങളടങ്ങിയ 36 ഐറ്റങ്ങൾ ഉൾപ്പെട്ട കൺകറന്റ് ലിസ്റ്റ്. ദ്വിഭരണ സമ്പ്രദായം അവസാനിപ്പിച്ചു. പ്രൊവിൻഷ്യൽ ഓട്ടോണോമി എന്ന സംവിധാനം കൊണ്ടുവന്നു. 11 6 പ്രവിശ്യകളിലും ദ്വിസമ്പ്രദായം നിർദ്ദേശിക്കപ്പെട്ടു. ബംഗാൾ, ബോംബെ, മദ്രാസ്, ബീഹാർ, അസം, യുണൈറ്റഡ് പ്രൊവിൻസ് എന്നിവിടങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും രൂപീകരിക്കപ്പെട്ടു. പട്ടികജാതി വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക ഇലക്ട്രേറ്റുകൾ രൂപീകരിക്കാൻ നിയമം കാരണമായി. ജനസംഖ്യയുടെ 10% കൂടി നമുക്ക് വോട്ടവകാശം ലഭിച്ചു. 1858 കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന പ്രയോഗം അസാധുവാക്കി സ്റ്റേറ്റ് സെക്രട്ടറിക്ക് ഒരു ഉപദേശക സമിതി ഉണ്ടായിരിക്കണമെന്ന് നിയമം നിർദ്ദേശിച്ചു. ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നിവയുടെ രൂപീകരണത്തിന് നിർദ്ദേശങ്ങൾ നൽകി. ഇന്ത്യയിൽ ഒരു ഫെഡറൽ കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. ഡൽഹിയിൽ സ്ഥാപിതമായ ഫെഡറൽ കോടതി 1950 ജനുവരി 28 ഇന്ത്യയുടെ സുപ്രീം കോടതിയായി അറിയപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് പ്രചോദനമേകിയ ആക്ടാണ്. ബോംബെ, ബീഹാർ എന്നീ പ്രവിശ്യകളിൽ നിന്നും യഥാക്രമം സിന്ധ്, ഒറീസ എന്നീ ഭാഗങ്ങൾ വേർതിരിച്ചു. ബർമ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായി വേർതിരിച്ചു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ 321 സെക്ഷനും 10 ഷെഡ്യൂളുമാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ റെയിൽവേ നിയന്ത്രിക്കാൻ ഒരു ഫെഡറൽ റെയിൽവേ അതോറിറ്റി തന്നെ രൂപീകരിച്ചു. ഒരു കോട്ടാണ് ശക്തമായ ബ്രേക്കുള്ളതും എഞ്ചിനില്ലാത്തതുമായ യന്ത്രമെന്ന് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. PYQ ആണ്.